ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ജോസ്. നമ്മെ പല ആളുകളെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ. ഇതത്ര മാരക രോഗമൊന്നും അല്ലെങ്കിൽ ഇത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അസഹനീയമായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ വരുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ വരിക, വാതുറ സംസാരിക്കാൻ പറ്റാതെ വരിക, ചിലപ്പോൾ അസഹനീയമായ വേദനയുണ്ടായിരിക്കും. അപ്പം വായ്പുണ്ണ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് വീടുകളിൽ എങ്ങനെ മാനേജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് വായ്പുണ്ണ് ക്യാൻസറാണോ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വായ്ക്കകത്തോ മോണയിലോ ചുണ്ടിലോ കവിളിലോ വരുന്ന ചെറിയ വ്രണങ്ങളെയാണ് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണെന്ന് പറയുന്നത്. ആപ്തസ് അൾസർ എന്നാണ് ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ഈ വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ തരത്തിലുണ്ട്. അതിനാൽ ഓരോ വ്യക്തിയിലും വരുന്ന അതിൻ്റെ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമായിരിക്കും. വായ്പുണ്ണ് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തത് ചെറിയ വായ്പുണ്ണ് അല്ലെങ്കിൽ മൈനർ അൾസർ. ഇത് താരതമ്യേന ചെറിയ വ്രണമായിരിക്കും. ഇത് വന്നിട്ട് പെട്ടെന്ന് തന്നെ മാറിപ്പോകും, വലിയ വേദനയൊന്നും ഉണ്ടാകത്തില്ല. ഏകദേശം ഒരു 2 മുതൽ 8 മില്ലിമീറ്റർ വരെ ആയിരിക്കും ഇതിൻ്റെ വലിപ്പം. രണ്ടാമത്തേതാണ് വലിയ വായ്പുണ്ണ് അല്ലെങ്കിൽ മേജർ അൾസർ. ഇത് ഈ ചെറിയ വായ്പുണ്ണിനെ അപേക്ഷിച്ച് താരതമ്യേന വലിപ്പം കൂടിയതും ആഴത്തിലുള്ളതായിരിക്കും. ഇത് വരുമ്പോൾ അസഹനീയമായ വേദനയായിരിക്കും. ഇത് മാറാൻ ഏകദേശം ഒരു 4 മുതൽ 6 ആഴ്ചയോളം എടുക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടി. ഇത് മാറിക്കഴിയുമ്പോൾ ചെറിയൊരു തടിപ്പ് പോലെ അല്ലെങ്കിൽ സ്കാർ മാർക്ക് നമ്മുടെ കവിളിൽ അവശേഷിച്ചിരിക്കും. മൂന്നാമത്തതാണ് കെർഫറ്റിപ്പോ അൾസർ. ഇത് സാധാരണ മുതിർന്നവരിലാണ് കാണപ്പെടുന്നത്. ചെറിയ താരതമ്യേന വളരെ വലിപ്പം കുറവായിരിക്കും. ചെറിയ കുമിളകൾ പോലെ കൂട്ടമായിട്ടായിരിക്കും ഇത് കാണപ്പെടുന്നത്. വായ്പുണ്ണ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായിലുണ്ടാകുന്ന അണുബാധ, ചതവ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇവയൊക്കെയാണ് വായ്പുണ്ണ് ഉണ്ടാകാൻ വഴിവെക്കുന്നത്. സ്ഥിരമായിട്ട് പുകവലിക്കുന്നവരിലും മുറുക്കാൻ ഉപയോഗിക്കുന്നവരിലും വായ്പുണ്ണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പല പഠനങ്ങളും പറയുന്നു. അതുപോലെ തന്നെ മതിയായ ഉറക്കം ലഭിക്കാത്തവർ, മാനസിക സമ്മർദ്ദം ധാരാളമുള്ളവർ. മാനസിക സമ്മർദ്ദം മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ വായ്പുണ്ണ് ഉണ്ടാകാൻ വഴിവെക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിൽ അവരുടെ പരീക്ഷാ സമയത്ത് അവർക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ധാരാളം വായ്പുണ്ണ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, വൈറ്റമിൻ B12, അയൺ, സിങ്ക്, ഫോളിക് ആസിഡ് ഇവയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും വായ്പുണ്ണ് ഉണ്ടാകാറുണ്ട്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ആർത്തവ കാലയളവിലും ഗർഭാവസ്ഥയിലും അതുപോലെ യൗവന കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൗത്ത് അൾസേഴ്സ് അല്ലെങ്കിൽ വായ്പുണ്ണ് ഉണ്ടാക്കാറുണ്ട്. ചില ആളുകളുടെ ഭക്ഷണ രീതി മൂലവും വായ്പുണ്ണ് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് എരിവ് കഴിക്കുന്നവർ, അതുപോലെ തന്നെ സിട്രിക് അസിഡിറ്റി കൂടുതലുള്ള നാരങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ കഴിക്കുമ്പോൾ ചില ആളുകളുടെ മൗത്ത് അൾസേഴ്സ് കണ്ടുവരാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില ഗുളികകളുടെ പാർശ്വഫലമായിട്ടും വരാം. അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷ് തട്ടി ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ പിന്നീട് അൾസറായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ കൂർത്ത പല്ലുകളുള്ളവർ, അതുപോലെ തന്നെ വെപ്പ് പല്ലുകളൊക്കെ വയ്ക്കുന്നവർ, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളൊക്കെ, ചതവുകളൊക്കെ വായ്പുണ്ണായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ജനനേന്ദ്രിയ രോഗങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ഗ്യാസ്ട്രൈറ്റിസ്, IBC പോലുള്ള രോഗങ്ങളുടെ പാർശ്വഫലമായിട്ട് പോലും ഈ മൗത്ത് അൾസേഴ്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സോഡിയം ലൗറിൽ സൾഫേറ്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകളുടെ ഉപയോഗവും മൗത്ത് അൾസേഴ്സിന് കാരണമാകാറുണ്ട്. വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ എങ്ങനെ വരാതെ തടയാം എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ വായുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. ദിവസവും 2 നേരം പല്ല് തേക്കുക, വായ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവരെ 2 നേരം രാവിലെയും രാത്രിയും പല്ല് തേക്കുന്നത് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക. നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിൽ മുരിങ്ങയില, ക്യാരറ്റ്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളൊക്കെ ധാരാളം ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പല്ല് സംബന്ധമായ ദന്ത കംപ്ലൈൻസ് ഉള്ളവർ ദന്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ തേടേണ്ടതാണ്. അതുപോലെ സ്ഥിരമായിട്ട് പുകയില ഉപയോഗിക്കുന്നവർ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം. പിന്നെ കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദമുള്ളവർ യോഗയും അതുപോലെ തന്നെ വ്യായാമമുറകളും ശീലിക്കുന്നത് നല്ലതാണ്. പല ആളുകളുടെ സംശയമാണ് വായ്പിലുണ്ടാകുന്ന പുണ്ണ് പിന്നീട് ക്യാൻസറായിട്ട് മാറുമോ എന്നുള്ളത്. സാധാരണഗതിയിൽ വായിലുണ്ടാകുന്ന വായ്പുണ്ണ് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്.
എന്നാൽ സ്ഥിരമായിട്ട് പുകവലിക്കുകയും അതുപോലെ തന്നെ മുറുക്കാൻ ഉപയോഗിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ വായ്പുണ്ണ് സ്ഥിരമായിട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ക്യാൻസറായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. വായ്പുണ്ണ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് വീടുകളിൽ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് വേണ്ട പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം വായ്ക്കകത്ത് പിടിക്കുക. അങ്ങനെ ഒരു 30 സെക്കൻഡ് വായ്ക്കകത്ത് കൊണ്ട ശേഷം തുപ്പിക്കളയുക. അങ്ങനെ ദിവസവും മൂന്ന് നേരം ചെയ്യുന്നത് വായ്പുണ്ണിൻ്റെ വേദന കുറയ്ക്കാൻ, അതുപോലെ തന്നെ വായ്പുണ്ണ് പെട്ടെന്ന് മാറാനും നല്ലതാണ്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വെള്ളവും കൂടെ ചേർത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ വായ്പുണ്ണുള്ളടത്ത് പുരട്ടി കൊടുക്കുക. അത് കുറച്ച് നേരം വെച്ച ശേഷം വായ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ 1 സ്പൂൺ തേനും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വായ്പുണ്ണുള്ളിടത്ത് പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് ഈ വായ്പുണ്ണുള്ളത് പുരട്ടി കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങാൻ സഹായിക്കും. അതുപോലെ തന്നെ ശക്തമായ വേദനയുള്ളവരാണെങ്കിൽ വേദന കുറയ്ക്കാൻ വേണ്ടി ഐസ് വാട്ടർ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബാക്ടീരിയ അണുബാധ മൂലമാണ് ഈ വായ്പുണ്ണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വായ്ക്കുള്ളിൽ മോര് അല്ലെങ്കിൽ തൈര് ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാക്ടീരിയ അണുബാധ മൂലമുള്ള വായ്പുണ്ണ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ വായ്പുണ്ണുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള എരിവ്, പുളി എന്നിവ ഉള്ള ഉപയോഗം വളരെയധികം കുറയ്ക്കണം. വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നതെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. 3 ആഴ്ചകൾക്ക് ശേഷവും വായ്പുണ്ണ് തുടരുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ തേടേണ്ടതാണ്. ഈ വായ്പുണ്ണ് ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ക്ഷീണം അനുഭവപ്പെടുക, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക, കടലവീക്കം ഉണ്ടാവുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ട് നിർദ്ദേശപ്രകാരം വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അതുപോലെ തന്നെ മറ്റസുഖങ്ങൾ ഒന്നുമില്ലാന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ വായ്പുണ്ണിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.